നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 24.3 ആണ് പുതിയ വേർഷൻ്റെ നമ്പർ. നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലോട്ടാണ് പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് തന്നെ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവും. ആ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോർഷൻ ട്രാക്കർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ പോർഷൻ ട്രാക്കർ എന്നും അതിന് നേരെ അപ്ഡേറ്റ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഈ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് 100% ഡൗൺലോഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത്തരത്തിൽ 100% ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അപ്ഡേറ്റ് എന്ന് കാണുന്ന ഭാഗം മാറി അവിടെ ഓപ്പൺ എന്ന് തെളിഞ്ഞു വരും. ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോർഷൻ ട്രാക്കർ ഓപ്പണായി വരും. അങ്ങനെ ഓപ്പണായി വന്നാലും ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത്രയും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക്, അതായത് ഫ്രണ്ട് പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പുതിയ വേർഷൻ്റെ നമ്പർ കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ പുതിയ വേർഷൻ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പോർഷൻ ട്രാക്കറിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ 24.3 വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ പ്രധാനമായും കൊടുത്തിട്ടുള്ളതാണ് വാട്ട്സ് ന്യൂ, അതായത് എന്താണ് പുതിയതായിട്ടുള്ള മാറ്റം എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, നമ്മൾ EKYC ചെയ്യാൻ നേരം നമുക്ക് ഒരുപാട് എറേഴ്സ് വരാറുണ്ട്. അതായത് ഒരുപാട് ഇത് പ്രകാരമുള്ള ബ്ലാങ്ക് എറർ മെസ്സേജുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണഭോക്താക്കളുടെ EKYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് റീസോൾവ് ചെയ്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റഡ് റിലേഷൻഷിപ്പ് സ്ക്രീൻ ഡ്യൂറിങ് EKYC ഫോർ ചിൽഡ്രൻ വെൻ ആക്സസ് വിയ ദ പ്രൊഫൈൽ പേജ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം 6-3 കുട്ടികളുടെ EKYCയും FRSും ചെയ്യുന്ന സമയം നമുക്ക് കുറച്ച് ഇളവുകളുണ്ട് എന്നുള്ളത്. അതായത് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത് പകരം, അല്ലെങ്കിൽ അവർ EKYC ചെയ്യുന്നതിന് പകരം അവരുടെ രക്ഷിതാവിൻ്റെയോ, അതായത് അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗാർഡിയൻസിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 2-way ഓതൻറ്റിക്കേഷനും EKYC ഒക്കെ പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം നിലവിലെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് കൃത്യമായി ഈ ഗുണഭോക്താവിന്, അതായത് ഒരു 6-8 മുതലേ കുട്ടിയുടെ ആധാർ നമ്പർ അല്ല, പകരം അവരുടെ അച്ഛൻ്റെ, അമ്മയുടെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ആണ് ആധാർ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലൊരു സ്ക്രീനാണ് തെളിഞ്ഞു വരിക. അതിൽ നിന്ന് കൃത്യമായി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് അത് കാണുക. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം. ഇത് മുന്നും ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്, കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിരുന്നാലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 6-8 കുട്ടികളുടെ EKYCയും FRSും ചെയ്യുന്നതിന് അവരുടെ തന്നെ ഫോട്ടോയും EKYCയും ആധാർ നമ്പറും നിർബന്ധമില്ല. പകരം നമുക്ക് അവരുടെ അമ്മയുടെ അമ്മയില്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനില്ലെങ്കിൽ ആരാണോ സൗകര്യപ്രദമായി വരുന്നത് ആ കുട്ടിയുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഗാർഡിയൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് EKYCയും FRSും പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഈ അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഇതിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയ വേർഷൻസ് വരുന്ന സമയം നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാതെ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എൻട്രികൾ ചെയ്യുന്നതൊന്നും കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്ത് വരാത്ത ഒരു ബുദ്ധിമുട്ടും സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി എന്തൊക്കെയാണോ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് അത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതെല്ലാം നമ്മുടെ പോർഷൻ ട്രാക്കറിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്തേക്ക് ഇത് പ്രകാരം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. താങ്ക് യു.